ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഒരു ബോർഡ് മാസ് എന്നുള്ള ചോദ്യമാണ് നമുക്ക് അതിനകത്ത് ഭിന്നസംഖ്യയിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ചോദ്യം എന്നും പറയാം. അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് അത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത് ഡിവിഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിന് മുന്നേ ഒരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിന് ശേഷമേ നമുക്ക് ആര് പ്രയോറിറ്റി കൊടുക്കുള്ളൂ? നമ്മൾ ഡിവിഷൻ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. സോ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ 9+9+9 ആദ്യം ചെയ്യുക. അപ്പോൾ 3 9കൾ ചേരുമ്പോൾ 27. സോ മുകളിൽ 27 ഡിവൈഡ് ബൈ 9 എന്നത് മാറും. 27 ഹരണം 9 എന്ന് മുകളിൽ മാറും. 27 എല്ലാം കൂടെ കൂടുമ്പോൾ 27. എന്തുകൊണ്ട് അഡീഷൻ ആദ്യം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രയോറിറ്റി ഗോസ് ടു ബ്രാക്കറ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് പോവും? ബ്രാക്കറ്റ് പോവും. ഡിവൈഡ് ബൈ താഴേക്ക് വന്നാലോ? താഴെ വരുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ വരുമ്പോൾ ഇതേ പാറ്റേൺ കിടക്കുന്ന, പക്ഷേ ഒരു ബ്രാക്കറ്റിന്റെ കുറവ് അവിടെ ഉണ്ട്. സോ ബ്രാക്കറ്റിന്റെ കുറവുണ്ടെങ്കിൽ പിന്നെ പ്രയോറിറ്റി ആക്കാണ് ഡിവിഷനാണ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഡിവിഷൻ ചെയ്താൽ 4/4 ചെയ്യും. 4/4 1 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി നമുക്ക് എന്തുണ്ട്? 4+4 ഉണ്ട്. ദെൻ ബാക്കി എന്തുണ്ട്? പ്ലസ് 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ +1 എന്ന് മാറും. ഓർമ്മിക്കുക, +1 എന്ന് മാറും. സംശയമൊന്നും വരാൻ വഴിയില്ല. ഇനി 27/9 എത്രയാ? നമ്മൾ ആദ്യം ചെയ്യുന്നു 27/9. 27 9 ഹരിച്ചാൽ 3 വരും. 3/4 4 4 8 1 9. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 3 3 3 3 9. സോ ആൻസർ ഈസ് 1/3. 1/3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 1/3 ആണ് ആൻസർ. സോ ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ്. ശരി, അടുത്ത ചോദ്യം. 3410നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 15 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കിട്ടും? ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ 3410നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 15 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ കിട്ടും? അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പോ 3410നെ എന്തുകൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ പറ്റില്ല? 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3410നെ ഒന്ന് 15 കൊണ്ട് ഹരിച്ചു നോക്കാം. 3410നെ ഞാൻ 15 കൊണ്ട് ഹരിക്കുകയാണ്. എന്താ വരിക നോക്കാം. 2 15 30. ബാലൻസ് 4 1 40 വീണ്ടും 2 15 30 എന്ന് വരും. ബാലൻസ് 11 എന്ന് വരും. 41 - 30 11. ഒരു 0 നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. 110. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 15 എത്ര പ്രാവശ്യം? 15 4 പ്രാവശ്യം ആകുമ്പോൾ 60 ആവും. ദെൻ 6 പ്രാവശ്യം ആകുമ്പോൾ 90 ആവും. 7 പ്രാവശ്യം ആകുമ്പോൾ 105 ആവും. സോ 7 പ്രാവശ്യം ആകുമ്പോൾ 105. സോ ബാലൻസ് കുറയ്ക്കുമ്പോൾ 5 എന്ന് വരും. അപ്പോൾ റിമൈൻഡർ, അതായത് ശിഷ്ടം നമുക്ക് 5 എന്ന് വന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ശിഷ്ടം 5 എന്ന് വന്നു കഴിഞ്ഞാൽ 15, അല്ലെങ്കിൽ 3410നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നമുക്ക് വന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ബാക്കി വന്നത് 5 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 5 അവിടെ കിടപ്പുണ്ട്, ശിഷ്ടം. ഇനി നമുക്ക് ഇതിനെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ? നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചേ. 30 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 15 കൊണ്ട് ഹരിക്കാൻ പറ്റും. നമുക്കറിയാം 15 കൊണ്ട് ഹരിക്കാം. 2 പ്രാവശ്യം 30 ശിഷ്ടം 0 വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അതിന്റെ അടുത്ത സംഖ്യ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്ത സംഖ്യ കിട്ടണം എന്ന് വിചാരിക്കുക. 30ന്റെ അടുത്ത സംഖ്യ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു 15 ഇതിനോടൊപ്പം കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ ശിഷ്ടം 0 ആണ്. നമുക്ക് 15 കൂട്ടുമ്പോൾ 45 എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും 15 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടും. ഇനി മറ്റൊരു സംഖ്യ നോക്കി. ഞാൻ 31 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടി? 2 അല്ലെ 15 കൊണ്ട് ഹരിച്ചു. 2 15 30. റിമൈൻ ശിഷ്ടം എത്ര വന്നു? 1 വന്നു. ഇനി അടുത്ത സംഖ്യ 31ന് ശേഷം വരുന്ന 15 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ നമുക്കറിയാം 45 ആണ്. ആ 45ലേക്ക് എത്താൻ എത്ര കൂട്ടണം? നമ്മൾ സംഖ്യ 31 അല്ലേ? സംഖ്യ 31 ആണ്. 31 എത്ര കൂട്ടിയാൽ? 14 കൂട്ടിയാൽ നമുക്ക് കിട്ടും. 14 കൂട്ടണം. അപ്പൊ നമുക്ക് ചിന്തിക്കാതെ എങ്ങനെ 14 വന്നു? 31 14 45 കിട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇപ്പോഴത്തെ ശിഷ്ടം എത്രയാ? നമ്മുടെ ശിഷ്ടം 1 ആണ്. നമുക്ക് ഇപ്പൊ കിട്ടിയ ശിഷ്ടം 31നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 1 ആണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഹരിക്കേണ്ട സംഖ്യ എത്രയാണ്? നമുക്ക് ഹരിക്കേണ്ടത്, നമുക്ക് പൂർണ്ണമായി ഹരിക്കേണ്ടത് 15 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ ശിഷ്ടം 1 ആണ്. അപ്പോൾ 1ൽ നിന്നും 15 ആവാൻ എത്ര സംഖ്യ കൂട്ടണം നോക്കിയാൽ മതി. 1നോടൊപ്പം 14 കൂട്ടുമ്പോഴാണ് 15 ആവുന്നത്. അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ ശിഷ്ടം വരുമ്പോൾ ആ ശിഷ്ടത്തിനോടൊപ്പം എത്ര കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും? ശിഷ്ടത്തിനോടൊപ്പം 14 കൂട്ടിയാൽ 15 കിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ശിഷ്ടത്തിനോടൊപ്പം എത്ര കൂട്ടണം? നമുക്ക് ഹരിക്കേണ്ട സംഖ്യ അത്ര ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇതേ ഒരു ഐഡിയ നമ്മൾ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ശിഷ്ടം കിട്ടിയത് 5 ആണ് കിട്ടിയത്. നമുക്ക് ഇതിനോട് എത്ര കൂട്ടിയാൽ 15 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതിനോട് 10 കൂട്ടിയാൽ 15 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടാം?
5നോടൊപ്പം 10 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ കൂട്ടേണ്ട സംഖ്യ എത്രയാണ്? കൂട്ടേണ്ട സംഖ്യ 10 ആണ്. 10 കൂടി കൂട്ടി ഇതിനോടൊപ്പം 10 കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഹരിക്കേണ്ട അല്ലെങ്കിൽ പൂർണ്ണമായും 15 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയി പോകരുത്, എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ ആയി മാറരുത്. നമ്മൾ ഇത്ര പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരു പാറ്റേൺ ചോദ്യം ചോദിച്ചാൽ ശിഷ്ടം കണ്ടുപിടിക്കുക, ആ ശിഷ്ടത്തിനോടൊപ്പം എത്ര കൂട്ടിയാൽ നമുക്ക് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അത് കിട്ടുമെന്ന് മാത്രം നോക്കുക. അതിന് 15ൽ നിന്ന് 5 കുറച്ച് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ശിഷ്ടത്തിനോടൊപ്പം എത്ര കൂട്ടിയാൽ നമുക്ക് ഹരിക്കേണ്ട സംഖ്യ കിട്ടും എന്ന് മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ ആവും. അത്രയും പഠിച്ചു വെച്ചാൽ മതി, കൺഫ്യൂഷൻ ആവാണ്ട് പഠിക്കണമെങ്കിൽ. ഇത് എൻ്റെ കോൺസെപ്റ്റ്, കാര്യം ഞാൻ ലോജിക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ മാത്രം പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം വരുന്നു. 43,062. അതിനെ ഇതിൽ ഏത് എഴുതിയിരിക്കുന്നതാണ് ശരി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് സ്ഥാനവില മുഖവിലയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. നമുക്ക് നോക്കിയാൽ എന്താ? നമുക്ക് നോക്കാം. 2ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് അത് 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ്. നമുക്ക് അവിടെ തുടങ്ങാം. 1, 2, 3, 4, 5. അപ്പോൾ ഒറ്റ, 10, 100, 1000, 10000. നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. 43,062 ഇതാണ് സംഖ്യ. ശരി, നോക്കാം നമുക്ക്. 4 എന്ന് പറയുന്നത് ഏതിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയാണ്? ഒറ്റ, 10, 100, 1000, 10000. 10000 എന്ന് പറഞ്ഞാൽ 10⁴ ആണ്. 10⁴. 10⁴ ആണ്. 10 + 1 4 0 10⁴. ഇനി 3 ആണെങ്കിലോ? 3 ഒറ്റ, 10, 100, 1000. 1000ത്തിന്റെ സ്ഥാനം, സോ 1000, അതായത് 10ന്റെ ക്യൂബ്. ഇനി 0 ആണെങ്കിലോ? ഒറ്റ, 10, 100. 100ന്റെ സ്ഥാനമാണ്, സോ 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. ഇനി 6 ആണെങ്കിലോ? ഒറ്റ, 10, 10ന്റെ സ്ഥാനം, അതായത് 10ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10⁻1. ഇനി 2 ആണെങ്കിലോ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ സ്ഥാനം, ഒറ്റയുടെ സ്ഥാനം, 1ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10ന്റെ പവറായിട്ട് എങ്ങനെ എഴുതാം? 10⁻0. കാര്യം 10ന്റെ പവർ, 10 എനി നമ്പർ റൈസ് 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമ്മൾ എല്ലായിടത്തും 10ന്റെ പവറാക്കി എഴുതിയിരിക്കുന്നതുകൊണ്ട്, കാര്യം ക്വസ്റ്റ്യനകത്ത് 10ന്റെ പവറിലാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം. അതുകൊണ്ട് നമ്മൾ 10ന്റെ പവറിലേക്ക് മാറ്റി. ഈ 1നെയും നമുക്ക് 10ന്റെ, അതൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ. 1നെ 10ന്റെ പവറിലേക്ക്, കാര്യം എല്ലായിടത്തും 10ന്റെ പവറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെയും 10ന്റെ പവറിലേക്ക് മാറ്റുന്നു. 10⁻0, അതാണ് 1 എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കറക്റ്റ് ഓർഡർ ആക്കി എന്താ വരും? 10⁻4 അല്ലെ? 10⁻4 ആണ് ഫസ്റ്റ്. ഏത്? 4 എന്ന് പറയുന്നത് 10⁻4ന്റെ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ സ്ഥാനവില 4 × 10⁻4 പ്ലസ്, അടുത്ത് നോക്കിയേ, 3ന്റെ സ്ഥാനവില 10⁻3. അപ്പോൾ 3 × 10⁻3. അടുത്തത് 0ത്തിന്റെ സ്ഥാനവില എത്രയാ? 10ന്റെ സ്ക്വയർ. എഴുതാം 0 × 10ന്റെ സ്ക്വയർ. അടുത്തത് 6ന്റെ സ്ഥാനവില 10⁻1, സോ 6 × 10⁻1 പ്ലസ്, അടുത്ത 2 × 10⁻0. സ്ഥാനവില എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതുന്നത്. ഈ ഒരു ആൻസർ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം ഇതിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്നും നോക്കാൻ പോകരുത്, ഒരു ഐഡിയ ഓപ്ഷൻ നോക്കുക എങ്ങനെയാണ് 10ന്റെ ബേസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം 10ന്റെ ബേസിലേക്ക് അങ്ങ് മാറ്റി. ഇനി നമുക്ക് നോക്കാം. 4 × 10⁻4. 4 × 10, ഇവിടെ മാത്രമാണ് 4 × 10⁻4 ഉള്ളത്. പിന്നെ ബാക്കിയൊന്നും 4 × 10⁻4 ഇല്ല. 10⁻4 വരുന്ന കേസ് ഒന്നുമില്ല. പിന്നെ ഇത് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ആൻസർ. വേറെ ഒന്നിലേക്ക് നോക്കണ്ട. ഇനി എവിടെയെങ്കിലും 10⁻4 വേറെ ഉണ്ട് എങ്കിൽ ബാക്കി ഇവിടെ നോക്കണം. ബാക്കി 3 × 10⁻3. 3 × 10⁻3 ശരിയാണ്. 0 × 10ന്റെ സ്ക്വയർ, പക്ഷെ അങ്ങനെ സാധനത്തിൽ ഇല്ല. 0 × 10ന്റെ സ്ക്വയർ ഇല്ല. കാര്യം 0 × 10ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 0. 0 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും 0 തന്നെയാണ്. അപ്പോൾ അത് 0 നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ചെറിയ മാറ്റം വരും നമ്മുടെ ആൻസറിനകത്ത്. ഇനി 6 × 10⁻1. 6 × 10⁻1. ദെൻ 2 × 10⁻0. കഴിഞ്ഞു. നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്നും നോക്കാതെ നമ്മൾ 10ന്റെ ബേസ് ആണെന്ന് മനസ്സിലാക്കി നമ്മളങ്ങ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാറ്റം നമുക്ക് വരുത്തേണ്ടത്. കാര്യം ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിലപ്പോൾ അവർ 0 × 10⁻2 എന്ന് എഴുതിയിരിക്കും. എങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യും. ഇത്രേ ഉള്ളൂ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് ആദ്യം പറയേണ്ടിയിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 8, 14, 23 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ചെറുത് എന്ന് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് LCM ആണെന്ന് മനസ്സിലാക്കാം. LCM ആണ്, ലസാഗു ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലസാഗു ആണ് എങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതുപോലെ ചോദ്യം ചോദിച്ചത് 2 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഒരു ശിഷ്ടം മാത്രം വരുന്നൊരു ചോദ്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും യഥാക്രമം, അതായത് 12 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരണം, 18 കൊണ്ട് ഹരിക്കുമ്പോൾ 14 ശിഷ്ടം വരണം, 27 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 23 വരണം. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ ശിഷ്ടം വരുന്ന ചോദ്യത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക. 12, 18, 27. അപ്പോൾ നമുക്ക് ആ 12, 18, 27ന്റെ LCM കണ്ടുപിടിക്കാൻ നമുക്ക് 2, 6, then 9, 27 അതുപോലെ എഴുതി. then 3 കൊണ്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ പറയേണ്ടതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. 3, 2, 3, 6, 3, 3, 9, 9, 3, 27. then വീണ്ടും നമ്മൾ 3 കൊണ്ട് ചെയ്യും. 2 അതുപോലെ വെച്ചു. 1, 3, 3, 3, 3, 9. അപ്പോൾ ഇതിന്റെ LCM നമുക്കൊന്ന് പറയാം. LCM എന്ന് പറയുന്നത് 3 × 2 6, 6 × 3
18 18 36 36 3 108 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് LCM. ഇനി ആണ് ശിഷ്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ 3 ശിഷ്ടങ്ങൾ തന്നിരുന്നാൽ ഇതുപോലെ ഓരോന്നോ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഓരോന്ന് കൊണ്ട് ഹരിക്കുമ്പോഴും ഓരോ ശിഷ്ടങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകൾ തമ്മിലൊന്ന് മൈനസ് ചെയ്യുക. 12 - 8 4, 18 - 14 4, 27 - 23 4. അതായത് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കിട്ടിയ LCMൽ നിന്നും ആ 4 അങ്ങ് കുറയ്ക്കുക. അതായത് 108 - 4 ഈ ഡിഫറൻസ് അങ്ങ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക 104 എന്നാണ്. അപ്പോൾ 104 എന്ന് പറയുന്ന സംഖ്യയായിരിക്കും ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 8, 14, 23 എന്ന് പറയുന്ന ശിഷ്ടങ്ങൾ തരുന്നത്. അപ്പോൾ 104 ഉണ്ട് നമുക്ക് ആൻസറിനകത്ത്. കൺഫ്യൂഷൻ ആയിപ്പോയത് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ 108 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ട്. ഇത് കിട്ടിയ ഉടനെ നമ്മൾ 108 കയറി എഴുതിക്കളയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ. ആ ഒരു സംഭവം കൂടി ഓർത്തോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു മോഡലാണ് എക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ചോദ്യം. നമുക്ക് എത്രത്തോളം ആ ക്വസ്റ്റ്യൻ ഗ്രാഹ്യം വന്നു എന്നുള്ളത് ഒരു ചോദ്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 7 - x/2 7 - x/2 സമം 4.5 എന്നാണ് കിടക്കുന്നത്. 4.5. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ എന്ത് ചെയ്യും? നമുക്ക് ഈ സാധനത്തിനെ അങ്ങ് മാറ്റിയിട്ട് വിഷമ ഭിന്നമാക്കി മാറ്റാം. അതായത് ഇംപ്രോപ്പർ ആക്കി മാറ്റാം. എങ്ങനെയാ? 4 × 2 + 1 4 × 2 8 8 + 1 9 9/2. അപ്പോൾ അത് 9/2 ഞാൻ എഴുതി. ഒരുപാട് മെത്തേഡുകൾ നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. 7നെ അപ്പുറത്ത് കൊണ്ടുപോയി ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ -x/2 കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്തതല്ല എങ്കിലും ഞാൻ ആ ഒരു മെത്തേഡ് പറയാണ്. 7നെ ഇവിടെ വച്ചതിന് ശേഷം ഈ -x/2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 9/2 അവിടെ ഉണ്ട്. -x/2 അപ്പുറത്ത് പോകുമ്പോൾ +x/2. എന്തിനാണ് ഞാനിത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം. ഇതാണ് സംഗതി. ഇങ്ങനെ കൊണ്ടുപോയാൽ 2ന്റെയും ഛേദങ്ങൾ തുല്യമാവും എന്നൊരു ഐഡിയ നമുക്കിത് കാണുമ്പോൾ വരണം. അതാണ്. അപ്പോൾ നമ്മളിത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് നമുക്കത് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ 7നെ അപ്പുറത്ത് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്താലും മതി. ഞാനിത് പറയുന്നത് നമ്മൾ സാധാരണ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ -xന്റെ /2 ആണ്, 9ന്റെ /2 ആണ്. അപ്പോൾ ഇത് അപ്പുറത്ത് കൊണ്ടുപോയി ഛേദം ഒരുപോലെ ആവും. അപ്പോൾ ഛേദം ഒരുപോലെ ആയാൽ നമുക്ക് ക്രിയ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 സമം ഛേദങ്ങൾ ഒരുപോലെ 2ൽ 9ഉം ഇപ്പോൾ ഛേദങ്ങൾ ഒരുപോലെ ആണെങ്കിൽ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടും. 9 + x. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 9x ഒന്നും എഴുതി കളയരുത്. 9 + x 9x അല്ല, 9 × x ആണ് 9x. 9 + x 9 + x തന്നെയാണ്. ഇനി നമുക്ക് x കണ്ടുപിടിക്കണം. ആദ്യം എന്താ ഈ 2നെ ഞാൻ പൊക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 2 ഹരിച്ചിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഗുണിക്കും. 2 × 7 14 സമം 9 + x. ഇനി x ആണ് വേണ്ടത്. 9നെ കൂടിയും കൊണ്ടുവരിക. 14 - 9. കാര്യം x മാത്രം അവിടെ അവശേഷിക്കണ്ടേ നമുക്ക്. 14 - 9 5 സമം x. അപ്പോൾ xന് നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് പറയുന്ന വില. നമുക്ക് ഓപ്ഷൻ ഉണ്ട് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇങ്ങനെയല്ല, നമ്മൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ നിന്നും ഇതിനെ കൊണ്ടുപോകാതെ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് വന്നില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ 7നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എന്താവും? -x/2 സമം അവിടെ എന്തുണ്ട്? 9/2 ഉണ്ട്. 7 അപ്പുറത്ത് പോകുമ്പോൾ -7 +7 അപ്പുറത്ത് പോയി -7 സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? -x/2 സമം ഇവിടെ ക്രോസ് ചെയ്യും. എങ്ങനെ? താഴെ 1 കൊടുക്കുക 7ന്റെ. ഇങ്ങനെ 1 × 9 9 മൈനസ് 2 × 7 ഇങ്ങനെ 2 × 7 14 2 × 1 2. അപ്പോൾ -x/2 സമം 9ൽ നിന്നും 14 കുറച്ചാൽ -5 ആണ്. വലയിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലത് ചിഹ്നം കൊടുക്കുക 2. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ 2 2 വെട്ടിക്കളയാം. അതും നമുക്ക് തോന്നിയില്ലെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് x കിട്ടേണ്ടേ. ആദ്യം ഈ മൈനസും വെട്ടിപ്പോയി. ബാക്കി x/2 സമം 5/2. ഈ x/2ന്റെ 2 ഒന്നുകൂടെ നമുക്ക് എടുത്തെഴുതാം ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഉടനെ x = 5 എന്ന് കിട്ടും. ഞാൻ ഈ 2നെ ഹരിച്ചിരിക്കുന്ന 2ന്റെ അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? x സമം കാര്യം xനൊപ്പമുള്ള എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോകണം. x അവിടെ വച്ചതിന് ശേഷം അവിടെ എന്തുണ്ട്? 5/2 ഉണ്ട്. ഈ ഹരിച്ചിരിക്കുന്ന 2 എന്ത് ചെയ്യും? അവിടെ പോകുമ്പോൾ ഗുണിക്കും. 2 ക്യാൻസൽ ആയി പോയി. x സമം 5. അങ്ങനെയും നമുക്ക് ആ ക്വസ്റ്റിനെ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മെത്തേഡിൽ ചെയ്യാം. ആറാമത്തെ ചോദ്യം, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗവും വർഗ്ഗമൂലവും ദശാംശ സംഖ്യകൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരുന്ന ചോദ്യമാണ്. നമുക്ക് √1.69 നമ്മൾ എങ്ങനെ ചെയ്യുക? √1.69 റൂട്ടിനകത്ത് ദശാംശ സംഖ്യ വന്ന് നമ്മൾ ഉടനെ ദശാംശം അങ്ങ് കളയുക. ദശാംശം കളയുമ്പോൾ എന്തായി? 169. 169ന്റെ റൂട്ട് എടുക്കുക. 169 റൂട്ട് എത്രയാണ്? നമുക്കറിയാം അത് 13 ആണ്. 169 റൂട്ട് നമുക്കറിയാം അത് 13 ആണ്. നമുക്കറിയാം 13. ഇനി റൂട്ടിനകത്ത് എത്ര ദശാംശ സ്ഥാനമുണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് 1 2 2 ദശാംശ സ്ഥാനമുണ്ട്.
റൂട്ട് എടുക്കുമ്പോൾ വർഗ്ഗമൂലം എടുക്കുമ്പോൾ എത്രയാണോ അതിനകത്ത് ദശാംശസ്ഥാനം ഉള്ളത് അതിന്റെ പകുതിയായിട്ട് മാറും. അതായത് ഇവിടെ 2 ദശാംശസ്ഥാനം ഉള്ളത് കൊണ്ട് 1 ദശാംശ സ്ഥാനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇവിടെ ദശാംശം 1 ദശാംശസ്ഥാനം കൊടുത്തു. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും ദശാംശസ്ഥാനങ്ങൾ പകുതിയാവും, വർഗ്ഗം എടുക്കുമ്പോഴോ ദശാംശസ്ഥാനം ഇരട്ടിയാവും. അത് പഠിച്ചാൽ മതി. നോക്കാം നമുക്ക്. റൂട്ട് ഓഫ് 0.01 ദശാംശം കളഞ്ഞു, അപ്പൊ 0.0 ദശാംശം കളയുമ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 1. റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ആൻസർ. അപ്പൊ ഇൻറ്റു 1 ഇടയ്ക്ക് 1 തന്നെയാണ് ആൻസർ. ഇനി എത്ര ദശാംശ സ്ഥാനം? ഇവിടെ 2 ദശാംശ സ്ഥാനം ഉണ്ട്. അപ്പൊ ആൻസറിൽ അതിന്റെ പകുതിയെ 1 ദശാംശ സ്ഥാനം, അതായത് ഇവിടെ ദശാംശം 0.1 ഇൻറ്റു അടുത്ത എത്രയാണ് പറയുന്നത്? 0.04 ദശാംശത്തിനെ മറച്ചു പിടിച്ചു. 4ന്റെ റൂട്ട് 2 എഴുതി. എത്ര ദശാംശം? ഇവിടെ 2 ദശാംശ സ്ഥാനം ഉണ്ട്. അപ്പൊ ആൻസറിൽ 1 ദശാംശ സ്ഥാനം. 1 ദശാംശ സ്ഥാനം. ഇത് ഗുണിച്ചാൽ മതി. ഇനി ഇത് ഗുണിക്കണം. ഈ ഇടയ്ക്ക് ഇൻറ്റു സൈൻ കിടക്കാണ്. ഗുണിക്കണം. എങ്ങനെ ഗുണിക്കും? ദശാംശങ്ങൾ എല്ലാം കളയുക. എല്ലാം കളഞ്ഞു. 13, 1, 2 ഗുണിക്കാൻ പോവാണ്. ഗുണിക്കുമ്പോൾ എന്ത് വരും? 13 ഗുണം 1. ദശാംശം എല്ലാം കളഞ്ഞു നമ്മൾ. 13 ഗുണം 1 13 ഇൻറ്റു 2 26. അപ്പൊ എത്രയായി? 26 ഗുണനഫലം. ഇനി നോക്കും ദശാംശ സ്ഥാനം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയത് 26. ഇനി ദശാംശ സ്ഥാനങ്ങൾ എണ്ണം നോക്കാം. ഇവിടെ 1 ദശാംശ സ്ഥാനം, ഇവിടെ 1 ദശാംശ സ്ഥാനം, ഇവിടെ 1 ദശാംശ സ്ഥാനം, എല്ലാം കൂടി 3 ദശാംശ സ്ഥാനം. അപ്പൊ ആൻസറിൽ 3 ദശാംശ സ്ഥാനം കൊടുക്കണം. 1, 2 പിന്നെ 1 0 ദശാംശം 0.026. കാര്യം 3 ദശാംശ സ്ഥാനങ്ങളുടെ ആവശ്യമുണ്ട്. 1, 2, 3 0.026 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അടുത്തത് 20 പേനകളുടെ വാങ്ങിയ വിലയും 25 പേനകളുടെ വിറ്റ വിലയും തുല്യമാണ്. ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ചോദ്യം. ഇത് എപ്പോഴും തിരിച്ചെടുക്കുന്ന ചോദ്യം. 20 പേനകളുടെ വാങ്ങിയ വിലയും 25 പേനകളുടെ വിറ്റ വിലയും തുല്യം പറയുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് തോന്നുന്നത് എങ്ങനെയാ? 20 പേനകളുടെ വാങ്ങിയ വില, അപ്പൊ 20 ആണ് വാങ്ങിയ വില എന്ന് തോന്നും. 25 പേനകളുടെ വിറ്റ വില, അപ്പൊ 25 ആണ് വിറ്റ വില എന്ന് തോന്നും. ഇതിനെ തിരിച്ചെടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. എന്താ? വാങ്ങിയ വില, വിറ്റ വില. നമ്മൾ കറക്റ്റ് നോക്കാം. കറക്റ്റ് ആയിട്ട് എഴുതിക്കുന്നത് എങ്ങനെയാ? 20 പേനകളുടെ വാങ്ങിയ വില, അപ്പൊ 20 വാങ്ങിയ വില എന്ന് നമുക്ക് എഴുതാം. 25 പേനകളുടെ വിറ്റ വില നമുക്ക് എന്താണ്? 25 പേനകളുടെ വിറ്റ വില. നമുക്ക് ഇനി ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കും. അതായത് ഇവിടെ 25ഉം ഇവിടെ 20ഉം ആക്കും. ഇതാണ് നമ്മുടെ പരിപാടി. റിവേഴ്സ് ചെയ്യുക. അത് അല്ലാതെ എടുക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ഞാൻ എഴുതി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? 20 പേനകളുടെ വാങ്ങിയ വില, അപ്പൊ വിറ്റ വില 20 ആയിട്ട് എടുക്കുക. 25 പേനകളുടെ വിറ്റ വില, അപ്പൊ വാങ്ങിയ വില 25 ആയിട്ട് എടുക്കുക. അപ്പൊ നോക്കാം നമുക്ക്. വാങ്ങിയ വില 25 രൂപ. 25 രൂപയ്ക്ക് വാങ്ങിയ സാധനം 20 രൂപയ്ക്ക് വിറ്റു എങ്കിൽ സ്വാഭാവികമായ നഷ്ടമാണ്. 25 രൂപയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ 5 രൂപ കുറച്ചല്ലേ വിറ്റത്, അപ്പൊ നഷ്ടമാണ് നമുക്ക്. അപ്പൊ ഫസ്റ്റ് കേസ് മനസ്സിലായി, നഷ്ടമാണ്. ഈ കച്ചവടം നഷ്ടമാണ്. ഇനി എത്ര പെർസെന്റേജ് നഷ്ടം നമുക്ക് കണ്ടുപിടിക്കാം? എത്ര രൂപ നഷ്ടം? നമുക്ക് 5 രൂപയാണ് നഷ്ടം. അതായത് 25 - 20 5 രൂപ നഷ്ടം. അപ്പൊ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എത്ര രൂപ ചെലവായി? 25 രൂപ. അല്ലെങ്കിൽ നിങ്ങൾ ഫോർമുല പഠിക്കുന്നുവെങ്കിൽ വാങ്ങിയ വിലയിൽ നഷ്ടം × 100. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് 25 രൂപ ഞാൻ ചെലവാക്കിയപ്പോൾ എനിക്ക് ചെലവായ തുക, ഞാൻ 25 രൂപ മുടക്കുമുതൽ ചെയ്തപ്പോൾ എനിക്ക് 5 രൂപ നഷ്ടമുണ്ടായി എങ്കിൽ എന്നെ ശതമാനത്തിലാക്കി. നമ്മൾ ഫോർമുല ഇല്ലാതെ പഠിച്ചത്. ഇനി ഫോർമുല ആണെങ്കിൽ എന്ത് ചെയ്യുക? വാങ്ങിയ വിലയിൽ നഷ്ടം × 100. നമ്മൾ ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഗുണിച്ചു. നമുക്ക് 5ഉം 25ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ആവും. 5ഉം 100ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 20. സോ 20% നഷ്ടം. ഇതാണ് നമ്മുടെ നഷ്ടശതമാനം. 20% നഷ്ടം. ഓർക്കുക, 20% നഷ്ടമാണ് നമ്മുടെ ആൻസർ. 20% നഷ്ടം. ഇതാണ് ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒരു തീവണ്ടിയുടെ വേഗത 60 km/h ആണ്. 15 മിനിറ്റ് കൊണ്ട് തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമ്മളിത് ഒരുപാട് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. എങ്കിലും കൺവേർഷനൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നവരുണ്ട്. നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? 60 km/h, അതായത് ഒരു മണിക്കൂറിൽ 60 km സഞ്ചരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് എഴുതാം. ഒരു മണിക്കൂറിൽ എത്രയാ? ഒരു അവറിൽ എത്ര കിലോമീറ്റർ? 60 km സഞ്ചരിക്കുന്നു എന്നാണ് എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഇനി നമുക്ക് 15 മിനിറ്റിലാണ്. അതായത് നമുക്ക് ഇതിനെ 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ 1 അവർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 60 മിനിറ്റ് എന്ന് എഴുതാം. അതായത് 60 മിനിറ്റിൽ 60 km സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 മിനിറ്റിലേക്കുള്ള കണ്ടുപിടിക്കാം. അപ്പൊ 60 മിനിറ്റിനെ 1 മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇവിടെയും ഹരിക്കും, ഇവിടെയും ഹരിക്കും. അപ്പൊ 60 കൊണ്ട് ഹരിക്കുമ്പോൾ അത് 1 മിനിറ്റ് ആയിട്ട് മാറും. 1 മിനിറ്റിൽ 1 km ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റിൽ എന്ത് ചെയ്താൽ മതി? 15 മിനിറ്റ്. ഇതിന് നമ്മൾ ഗുണിക്കേണ്ടായിരുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താ? ഇവിടെ 15 കൊണ്ടാണ് ഗുണിക്കുക. കാര്യം 15 മിനിറ്റാണ് നമ്മുടെ ചോദ്യം. 15 മിനിറ്റ് ആക്കാൻ. അപ്പോൾ അതൊന്നും വേണ്ട. 1 മിനിറ്റിൽ 1 കിലോമീറ്റർ എങ്കിൽ 15 മിനിറ്റിൽ 15 കിലോമീറ്റർ കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. 15 മിനിറ്റിൽ 15 കിലോമീറ്റർ. ക്വസ്റ്റനിൽ നോക്കുക, 15 കിലോമീറ്റർ ആൻസർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇനി അടുത്ത ഇതിലേക്ക് വരാം. തുടർച്ചയായ 4 സംഖ്യകളുടെ തുക 50.
ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. തുടർച്ചയായ 4 സംഖ്യകളുടെ തുക 50. എളുപ്പമാണ്. നോക്കാം നമുക്ക് 4 സംഖ്യകൾ 1 2 3 4 4 സംഖ്യ. ഇതിന്റെ തുകയാണ് 50 എങ്കിൽ ഇവയുടെ ശരാശരി എന്തായിരിക്കും? തുക ഭാഗം എണ്ണം, അതായത് 50/4. 4 സംഖ്യകളുടെ തുക 50 ആണെങ്കിൽ ശരാശരി 50/4. ഈ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ മോസ്റ്റ് ആണ് വരുന്നത്, മധ്യത്തിൽ വരുന്ന സാധനമാണ് ശരാശരി. അപ്പൊ 50/4 എന്ന് പറഞ്ഞാൽ 12.5. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഈ രണ്ട് സംഖ്യകളുടെ ഇതിന്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും, ഇവിടെ ഒരു സംഖ്യ വരും, അതാണ് 12.5. അതായത് ഈ രണ്ട് സംഖ്യ 4 സംഖ്യകളുടെ ഇടയിൽ മധ്യഭാഗത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും സംഖ്യ, ഇവിടെ ആയിരിക്കും സംഖ്യ വരുന്നത്, അതാണ് മധ്യഭാഗം. ശരാശരി എന്ന് പറയുമ്പോൾ മിഡിൽ മോസ്റ്റ് ആണ് വരുന്നത്, അപ്പോൾ ഇവിടെ മിഡിൽ വരുന്ന സാധനം 12.5. അപ്പൊ ഇനി എന്താ പറയുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ തുടർച്ചയായ 4 സംഖ്യകൾ, എണ്ണ സംഖ്യ തുടർച്ചയായ 4 സംഖ്യകളാണ്. അപ്പൊ ഇത് 12.5 എങ്കിൽ ഇവിടെ വരുന്നത് 12 ആയിരിക്കും, ഇവിടെ വരുന്നത് 13 ആയിരിക്കും. തുടർച്ചയായ സംഖ്യകളല്ലേ, അതിന്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് 12.5. 12നും ഏതിന്റെ ഇടയ്ക്കൊക്കെ 12.5 വരുന്ന? 12നും 13നും ഇടയ്ക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് 14, ഇത് 11. അപ്പൊ ഇത്രേ ഉള്ളൂ. സംഖ്യകൾ എന്ന് പറയുന്നത് 4 സംഖ്യകളുടെ തുക 12, ശരാശരി 2. ശരാശരി എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ആണ്, മധ്യത്തിൽ വരുന്ന സാധനമാണ്. മധ്യത്തിൽ വരുന്ന സാധനം 12.5. അപ്പൊ അതൊരു എണ്ണൽ സംഖ്യ അല്ല. അപ്പൊ അതുകൊണ്ട് 12.5 മുമ്പ് വരുന്ന എണ്ണൽ സംഖ്യ 12, അതിന് ശേഷം വരുന്ന എണ്ണൽ സംഖ്യ 13. അപ്പൊ ഇതിൽ ഏതാ ചോദ്യം? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? സ്വാദ 14. അടുത്ത ചോദ്യം, 280നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. പൂർണ്ണവർഗമാകും. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് 280 ഘടകക്രിയ. എന്താണ് റീസൺ നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം. നോക്കി, നമുക്കൊരു സംഖ്യ എടുക്കണം 36, റൂട്ട് ഓഫ് 36. 36 നമ്മളൊന്ന് ഘടകക്രിയ ചെയ്ത് നോക്കി. 36 ഘടകക്രിയ ചെയ്യുമ്പോൾ എന്താ വരിക? 2 18 2 9 3 3. അപ്പൊ അതായത് റൂട്ട് ഓഫ് 2 × 2 × 3 × 3. ഇങ്ങനെ നമുക്ക് 36 എഴുതാൻ പറ്റും. നോക്കിയേ, എല്ലാത്തിനും പേരുണ്ട്. ഒരു പൂർണ്ണവർഗ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകത അതായിരിക്കും, അതിനെ ഘടകക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സംഖ്യയ്ക്കും ഗ്രൂപ്പ് കാണും, പേര് കാണും, ഒറ്റപ്പെട്ട സംഖ്യ വരില്ല. അതാണ് ഈ റൂട്ട് എന്ന സംഖ്യയുടെ പ്രത്യേകത. അപ്പോൾ 280 ഇപ്പൊ 280 ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള നമ്പർ അല്ല, അതായത് വർഗ്ഗമൂലം അല്ലെങ്കിൽ വർഗ്ഗമായിട്ടുള്ള സംഖ്യ അല്ല, ഇത് പൂർണ്ണവർഗ്ഗമാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 280 നമുക്ക് ഘടകക്രിയ ചെയ്ത് നോക്കാം. നമുക്ക് 280 ഞാൻ ഘടകക്രിയ 280 ഘടകക്രിയ ചെയ്യുന്നു. 2 140 2 70 2 35 5 then 7. ഇതാണ് സംഗതി. നമ്മൾ 2 കൊണ്ട് ഹരിച്ചു, സിംപ്ലിഫൈ ചെയ്ത് ഇത്ര എഴുതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 280 എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയുന്ന നടത്താം? 2 × 5 × 7. അപ്പൊ ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നാണ് ചോദ്യം. ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും? നോക്കിയേ, നമുക്ക് പേരുള്ളത് നോക്കാം. പേരുള്ള ഇതിന് മാത്രമേ പേരുള്ളൂ, വേറെ ഒന്നും പേടല്ല. അപ്പൊ പേടാക്കണം. പേർ വന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ, അതായത് പൂർണ്ണവർഗമാവുള്ളൂ. അപ്പൊ പേരില്ലാത്ത 2ന് പേരില്ല. അപ്പൊ ഒരു 2 കൊണ്ട് കൂടി ഗുണിക്കണം. അപ്പൊ നോക്കി, 2 × 2 2 പേരായി. ഒരു 5ന്റെ കുറവും ഉണ്ട്, ഒരു 7ന്റെ കുറവും ഉണ്ട്. അപ്പോൾ ഒരു 2 കൂടി വന്നിരുന്നുവെങ്കിൽ, ഒരു 5 കൂടി വന്നിരുന്നു, ഒരു 7 കൂടി വന്നിരുന്നെങ്കിൽ അതിന് പേരായനെ. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സംഖ്യ 2 5 7 ആണ്. അപ്പൊ അതിനൊക്കെ ഓരോ പേരങ്ങ് കൊടുക്കുക. ഞാൻ 2 കൊടുത്തു, 5 കൊടുത്തു, 7 കൊടുത്തു. ഇതൊന്ന് ഗുണിച്ചപ്പോ 2 × 5 10, 10 × 7 70. അപ്പൊ 70 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്താവുന്നത്? ഒരു പൂർണ്ണവർഗമാകുന്നത്. ഓപ്ഷൻ സി 70. അപ്പൊ ഇങ്ങനെ ചോദ്യം നമുക്ക് വർഗ്ഗമൂലത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം തന്നെയാണ്. നല്ലൊരു ചോദ്യമാണ്, നമ്മുടെ സ്റ്റാൻഡേർഡുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എത്ര മാർക്ക്? സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുക നിങ്ങൾ. ഇനി നമുക്ക് സമയം, നമ്മൾ ഏകദേശം 16 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും സമയം കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു 10 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.